ശിക്ഷാവിധി വരുമ്പോൾ ടി.പി. കേസ് പ്രതികൾക്ക് വധശിക്ഷ ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരം ടി.പി. കേസിൽ വന്നിരിക്കുന്നു. വധശിക്ഷ ഇല്ല, ജീവപര്യന്തം മാത്രമാണ് പ്രതികൾക്ക്. 20 വർഷം കഴിയാതെ ഇളവ് പാടില്ല എന്ന പ്രധാനപ്പെട്ട നിബന്ധന കൂടി, കർശന വ്യവസ്ഥ കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെച്ചിരിക്കുന്നു. നേരത്തെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ, വധശിക്ഷ നൽകണം. അത്തരത്തിലുള്ള വാദങ്ങളാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത്. അതേസമയം പ്രതിഭാഗം വളരെ വിശദമായി തന്നെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ, പ്രതികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതടക്കം ചൂണ്ടിക്കാട്ടുകൊണ്ട് പ്രതിരോധങ്ങൾ തീർത്തിരുന്നു. രാഗിൻ കോടതിയിൽ നിന്നും വിധിയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രാഗിൻ, വധശിക്ഷ ഇല്ല, ജീവപര്യന്തമാണ്, 20 വർഷം കഴിയാതെ ഇളവ് പാടില്ല എന്ന വ്യവസ്ഥ, മറ്റ് വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? വിധിയുടെ പ്രാഥമിക രൂപം എന്താണ് ലഭിക്കുന്നത്? രാഗിനിലേക്ക് ഉടൻ എത്താൻ രാഗിൻ കേൾക്കുന്നെങ്കിൽ പറഞ്ഞോളൂ, വിധി എന്താണ്? വധശിക്ഷ ഇല്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഈ പ്രതികൾക്ക് ഇപ്പോൾ വധശിക്ഷയിലേക്ക് കോടതി പോയിട്ടില്ല. മറിച്ച് ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, അതോടൊപ്പം തന്നെ മറ്റു ചില പ്രതികൾക്ക് കൂടി ജീവപര്യന്തം കഠിന തടവാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. 20 വർഷം കഴിയാതെ ഇളവ് പാടില്ല എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് വിധിപ്രസ്താവം വരികയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 10, 12 പ്രതികൾ, അതായത് 10ാം പ്രതി കൃഷ്ണനാണ്, 12ാം പ്രതി ജ്യോതി ബാബുവാണ്. ഈ 2 പ്രതികൾക്കും ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന വിധി കൂടി കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷ തന്നെ നൽകണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ആ ഘട്ടത്തിലേക്ക് കോടതി ഇപ്പോൾ കടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ വിധിപ്രസ്താവം വായിച്ചു തുടങ്ങുമ്പോൾ എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ജീവപര്യന്തം കഠിന തടവ് എന്ന കാര്യവും കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് 20 വർഷം കഴിയാതെ ഇളവ് പാടില്ല എന്ന കാര്യവും കോടതി എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് 20 വർഷം ഇവർ ജയിലിൽ തുടരേണ്ടതായിട്ടുണ്ട്. കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ട MC അനൂപ്, അതോടൊപ്പം തന്നെ കിർമാണി മനോജ്, കൂടാതെ കൊടിസുനി, ഇതോടൊപ്പം TK രജീഷ്, മുഹമ്മദ് ഷാഫി, KK സജിത്ത് ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ 20 വർഷം കഴിയാതെ ഇളവ് പാടില്ല, ജീവപര്യന്തം എന്ന കാര്യം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഇവർക്ക് ജീവപര്യന്തമായിരുന്നു, പക്ഷേ അതിൽ പരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ രാവിലെ KK രമ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. അതായത് പരോൾ കാലാവധി അത് ഒരു തരത്തിലും അനുവദിക്കരുത്, ആ നിലയിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വേണം എന്ന ഒരു ആവശ്യവും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ബിനിൽ ഉണ്ട്, അതായത് കോടതിയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായും ശേഖരിക്കുന്നുണ്ട്. വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവത്തിലേക്ക് ഇപ്പോൾ കോടതി കടന്നു, അല്ലേ ബിനിൽ? ഇപ്പോഴും ആ വിധി പ്രസ്താവം കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വധശിക്ഷ ഇല്ല എന്നതാണ്. ഈ കേസിൽ വധശിക്ഷയിലേക്ക് പോവേണ്ടതില്ല എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തി. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് എങ്കിലാണ് വധശിക്ഷയിലേക്ക് പോകാൻ കഴിയൂ. സുപ്രീം കോടതി ആ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ വധശിക്ഷ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നിർണായകമായ ഒരു തീരുമാനം കോടതി എടുത്തിരിക്കുന്നു. അത് ശ്രദ്ധാനന്ദ കേസിൻ്റെ പശ്ചാത്തലത്തിലാണ്. ശ്രദ്ധാനന്ദ കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോടതികൾക്ക് ശിക്ഷാവിധി ഉയർത്തുന്നതിന് അനുമതി നൽകുന്നുണ്ട്. ആ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ആ തീരുമാനം എന്നത് പ്രതികൾക്ക് ഈ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ 20 വർഷത്തേക്ക് ഇളവ് ചെയ്ത് നൽകാൻ പാടില്ല എന്നതാണ് കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ വിധി പ്രസ്താവത്തിലുള്ളത്. ശ്രദ്ധാനന്ദ കേസിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നിർദ്ദേശം വരുന്നത് എന്നുകൂടി കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കോടതി പരിഗണിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്നത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും നിലപാടെടുക്കാനുള്ള അവകാശവും ഒക്കെ തന്നെയാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദമെന്നത്. അതും പ്രതികളുടെ മറ്റ് ഇപ്പോഴുള്ള 20 വർഷത്തെ ഒരു പരിധി നിശ്ചയിക്കുകയാണ്. അവിടെയാണ് നേരത്തെ KK രമ അടക്കമുള്ളവരുടെ ഹർജിയിൽ പറയുന്ന കാര്യം. ഈ പ്രതികൾക്ക് പരോളടക്കം നൽകിയുള്ള ഇളവുകൾ, അതാണ് പലപ്പോഴായി വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയതും കോടതിയിൽ അതൊക്കെയാണ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഈ വ്യവസ്ഥ വയ്ക്കുമ്പോൾ പരോളിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് തീരുമാനം എങ്ങനെ പ്രതീക്ഷിക്കാം? അവർക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്ന തുകയുണ്ട്, ആ തുക ഉയർത്തണമെന്ന് കോടതി തീരുമാനിച്ചു. KK രമയ്ക്ക് 7.5 ലക്ഷം രൂപ നൽകണമെന്നാണ് കോടതിയുടെ വിധി. അതോടൊപ്പം തന്നെ TP ചന്ദ്രശേഖരന്റെ മകന് 5 ലക്ഷം രൂപ നൽകണമെന്ന് കൂടി കോടതി ഉത്തരവായിരിക്കുന്നു. ഓരോ പ്രതികൾക്കും 1 ലക്ഷം രൂപ വീതം പിഴ ചുമത്തിക്കൊണ്ടാണ് കോടതിയുടെ സുപ്രധാനമായ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. വധശിക്ഷയിലേക്ക് പോയില്ല. ശ്രദ്ധാനന്ദ കേസിന്റെ പശ്ചാത്തലത്തിൽ കോടതി ഇവരുടെ ജീവപര്യന്തം ഇളവ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സാധാരണ നിലയിൽ 14 വർഷത്തിന് ശേഷം ജീവപര്യന്തത്തിൽ സർക്കാരിന് വേണമെങ്കിൽ
ഇളവിലേക്ക് പോകാവുന്നതാണ്, അത് ആലോചിക്കാവുന്നതാണ്. ഇവിടെ ഈ കേസിലെ പ്രതികളുടെ കാര്യത്തിൽ അവർ 12 വർഷത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ ഇവരുടെ ജയിൽ ശിക്ഷ വേണമെങ്കിൽ സർക്കാരിന് പുനരാലോചിക്കാവുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്തായാലും ഹൈക്കോടതി അത്തരത്തിലൊരു പുനരാലോചനയ്ക്കുള്ള അവസരം നിഷേധിച്ചിരിക്കുന്നു. 20 വർഷം കഴിയാതെ ഇവരുടെ ജീവപര്യന്തം തടവ് ശിക്ഷയിൽ യാതൊരു തരത്തിലുള്ള പുനരാലോചനയും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ ഘടകങ്ങളുടെയും ഒരു ബാലൻസ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്.